ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ക്രോപ്പ് ടോപ്പ് എങ്ങനെ അളവെടുത്ത് വേറൊരു ക്രോപ്പ് ടോപ്പിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ഇങ്ങനെ കണ്ട കഴുത്തിനൊക്കെ നല്ല ഡിസൈനുള്ള, കഴുത്തൊന്നും നമുക്ക് വെട്ടണ്ട, കഴുത്തിനൊക്കെ ഡിസൈനുള്ള ഒരു തുണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അളവ് ബ്ലൗസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെങ്ങനെ അളവെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അളവുകൾ നമുക്ക് ആദ്യം ഇത് നല്ലോണം വിടർത്തിയിട്ടിട്ട് ബാക്കിൽ ഇങ്ങനെ കഴുത്താം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിൽ എടുക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും. ഫ്രണ്ടിൽ ഈ കൈയുടെ അവിടെ നിന്ന് ഇപ്പുറത്തെ വലത്തെ കൈയുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇത് നേരെ ഇട്ടിട്ടാട്ടോ എടുക്കേണ്ടത്. നേരെ ഇട്ടിട്ട് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ ആം ഹോളിൻ്റെ അവിടേക്ക് ഉള്ള വണ്ണം എത്രയാണെന്ന് എടുക്കണം. ഇവിടെ 19 ഇഞ്ച് വണ്ണം, 19 ഇഞ്ച് വണ്ണം കിട്ടുന്നുണ്ട്. നെക്ക് ഇറക്കാം. ഇതിനകത്ത് തയ്യൽ തുമ്പും ഒക്കെ നമ്മൾ ഇടണം. അപ്പോൾ തയ്യൽ തുമ്പൊന്നും ഇല്ലാതെയാണ്, ഒറിജിനൽ അളവാണ് ഇതിൻ്റെ എടുക്കുന്നത് കേട്ടോ. നെക്കിൻ്റെ ഇറക്കം 5.25, സ്ലീവിൻ്റെ ഇറക്കം, സ്ലീവ് ലെങ്ത്ത് 6.25, 5.25, 6.25 1 ഇഞ്ച് കൂട്ടി. കഴുത്തിൻ്റെ അകലം ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ നോക്കുക. കഴുത്തിൻ്റെ അകലം എത്രയാണ് വരുന്നത്? 6.5 വരുന്നുണ്ട്. 6.5 വരുന്നുണ്ട്. ബാക്ക് ഇറക്കം അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 8 എടുക്കാം. പിന്നെ അടിയിലത്തെ വേസ്റ്റ് വണ്ണം 16. ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇതിനകത്തേക്ക് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ വണ്ണം 19 ഇഞ്ച്, 19ൻ്റെ പകുതി എത്രയാണെന്ന് നോക്കണം. 19 2ആയിട്ട് മടക്കിയിട്ടിട്ടല്ലേ നമ്മൾ എടുത്തത്. 19ൻ്റെ പകുതി 9.5യുടെ കൂടെ തയ്യൽ തുമ്പ് മാത്രം, ലൂസല്ല അതിനകത്തുണ്ട്. ലൂസോടുകൂടിയാണ് നമ്മൾ അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് മാത്രം ഇടുക. 19ൻ്റെ പകുതി 9.5യുടെ കൂടെ നമ്മൾ എത്ര കൂട്ടണം? 9.5 + 1, 1.5 കൂട്ടാം കേട്ടോ. 9.5 + 1 10.5 എടുത്തിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. 10.5 എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാ കണ്ടോ? ഇതിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിൽ തന്നെ എടുക്കാം. ലെങ്ത്ത് ഫ്രണ്ടും ബാക്കൊക്കെ ഒരുപോലെയാട്ടോ. ലെങ്ത്തൊക്കെ വലിച്ചു പിടിച്ചെടുക്കണം. ഇതിൻ്റെ ലെങ്ത്ത് 16ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് 17 എടുക്കാം. 17 സ്ക്വയറായിട്ട് വരച്ചു. ഇതിപ്പോൾ ഇതിൻ്റെ കഴുത്തകലം 6 അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 6. അപ്പോൾ അതിൻ്റെ പകുതി 3 എടുത്ത് ഇവിടെ വരച്ചു. പിന്നെ ഷോൾഡർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ നമുക്ക് ആ കൈയുടെ തന്നെ ഈ ഇവിടുത്തെ ഷോൾഡറിൻ്റെ അവിടുത്തെ ആ വീതി എടുത്താൽ മതി. ഷോൾഡർ നമുക്കിവിടെ 3 എടുക്കാം. 3 അതിനകത്തുള്ളത്. അപ്പം 3 തയ്യൽ തുമ്പ് പോകാനായിട്ടൊരു 3.5 എടുത്തു. എന്നിട്ട് കൈക്കുഴി 6.25 അല്ലേ പറഞ്ഞേ? 6.25 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇത് കുറച്ച് കട്ട് ചെയ്ത് പോകും. നമുക്ക് ഇവിടെ നിന്നൊക്കെ സ്ലീവ് കിട്ടണം. അത് ഭയങ്കര പാടാണ് റെഡിമെയ്ഡ് കിട്ടുമ്പോൾ. അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലീവ് ഇവർക്ക് പറഞ്ഞിട്ടുണ്ട് 11 കറക്റ്റേ ഉള്ളൂ.
ഇതിൻ്റെ ഈ ബോട്ടമൊക്കെ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് വേണം വെട്ടാനായിട്ട്. ഉണ്ടോ? ഇപ്പോൾ 16 1 17 അല്ലേ പറഞ്ഞേക്കണേ. 1 17. അപ്പോൾ നമ്മൾ അതിൻ്റെ കഴുത്തിൻ്റെ അകലം എടുത്തു. ഇതൊക്കെ കഴുത്തിൻ്റെ അകലം എടുത്ത് ഷോൾഡർ അവിടെ ആ അളവിന് തന്നതിൻ്റെ അവിടുത്തെ വീതി എടുത്തു. കൈക്കുഴി 6.25 അതെടുത്തിട്ട് നേരെ വരച്ചു. 6.25 എടുത്ത് നേരെ വരച്ചു. അതിന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ വെട്ടിയെടുക്കുക. ഈ കഴുത്ത് അടിച്ച് മറിക്കാനുള്ള, അപ്പോൾ ഇച്ചിരി ഇട്ട് വേണം നിങ്ങൾ വെട്ടിയെടുക്കാൻ കേട്ടോ. ഇത് നമ്മൾ അതിൻ്റെ ആ കഴുത്ത് വെച്ചേക്കണ ആദ്യം നമ്മൾ ഒന്നും കൂടി അളന്ന് നോക്കുക. 9.5 പ്ലസ് 10.5 ഉണ്ട്. ഇവിടെ 17 ഉണ്ട്. അത് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ അടിയിൽ 16 വന്നാണ്. അപ്പോൾ 8 + 1 9 മതി അടിയിൽ. സൈഡിൽ സിബ് വെച്ച് കൊടുക്കാനാട്ടോ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടാണ് സ്ലീവ് കിട്ടുന്നത്. സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ പണി. വണ്ണം എടുക്കണത് മനസ്സിലായല്ലോ. ഇത് ഇറക്കം ഇത് വെച്ചിട്ട് നല്ല പുറത്ത് തന്നെ വണ്ണമൊക്കെ എടുക്കുക. എന്നിട്ട് നിങ്ങളത് സ്ലീവ് അതിൻ്റെ കൂടെ ലൂസ് കൂടെ ഉണ്ട്. അതിൻ്റെ എന്ത് കട്ട് ചെയ്താൽ മതി, 1 ഇഞ്ച് തയ്യൽ തുമ്പിടാൻ വേണ്ടി ഇട്ട് കട്ട് ചെയ്താൽ മതി. കുറേ ഈ തുണിയൊന്നും ഇതിൽ നിന്ന് എടുക്കാനില്ല, കൈക്കൊക്കെ കിട്ടണം. അങ്ങനെയിട്ട് ഇതുപോലെ തന്നെ ഈ ബാക്കിലെ പീസും വെട്ടിയെടുത്തിട്ട് സ്ലീവും വെട്ടി നമ്മളിനി ലൈനിങ് തുണി അതുപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് തയ്ച്ച് മറിച്ച് നമുക്ക് തയ്ക്കാം. ലൈനിങ് തുണി അതുപോലെ വെട്ടിയിട്ട് തയ്ക്കണം, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ പീസ് ഇത് കണ്ട ഈ ചീത്ത പുറത്ത് നല്ല പുറത്തിട്ട് അടിച്ച് മറിക്കാം. അതുപോലെ തന്നെ ബാക്ക് പീസും അങ്ങനെ തന്നെ അടിച്ച് ബാക്ക് പീസിൻ്റെ കഴുത്തും അടിച്ച് മറിക്കാം. ഇത് നമ്മൾ കഴുത്ത് രണ്ടും അടിച്ച് മറിച്ചു. ഇനി നമ്മൾ ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് കൂട്ടി പിടിപ്പിക്കുക. ചുരിദാറിൻ്റെ ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഷോൾഡർ കൂട്ടി പിടിപ്പിക്കുക. ഇതുപോലെ ഷോൾഡർ കൂട്ടിപ്പിടിപ്പിച്ചു. ഷോൾഡർ കൂട്ടിപ്പിടിപ്പിച്ചിട്ട് 1.5 ഇഞ്ച് വീതിയിൽ
വേസ്റ്റ് വണ്ണം എടുത്തില്ലേ, ആ 1.5 ഇഞ്ച് വീതിയിൽ പടിയെടുത്ത് നമുക്ക് അടിപ്പടി പിടിപ്പിക്കാം. ബാക്കിലും ഫ്രണ്ടിലും അടിപ്പടി പിടിപ്പിക്കുക. അടിപ്പടി പിടിപ്പിച്ചിട്ട് മടക്കി പുറം കാണി കൊടുത്തിട്ട് മടക്കി തയ്ക്കുക. പിന്നെ സ്ലീവ് അടിക്കുക. ഇനി നമുക്ക് സ്ലീവ് രണ്ടും കൂട്ടിപ്പിടിപ്പിക്കാം. ഇപ്പം എന്താ, സ്ലീവിൻ്റെ ലൈനിങ് തുണി തികഞ്ഞില്ല. അപ്പം ഞാനിവിടെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കഷത്തിൻ്റെ ഭാഗത്ത് പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്ലീവ് സെൻറ്ററിൽ നിന്ന് കൂട്ടിയെടുക്കുക. ഇവിടെ നിന്ന് നിങ്ങൾ ലൈനിങ് പീസും നെറ്റും കൂടെ ഏടണം കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡ് രണ്ടും കൂട്ടിപ്പിടിപ്പിക്കണം. സ്ലീവിൻ്റെ വണ്ണം എടുത്തിട്ട്, സ്ലീവിൻ്റെ വണ്ണം 11, അപ്പോൾ 11ൻ്റെ പകുതി എടുക്കുക, 5.5. ആ 5.5 എടുത്ത് ഇവിടെ കറക്റ്റ് 5.5 തന്നെ എടുത്താൽ മതി. 5.5 എടുത്ത് ഇവിടെ സ്ലീവിൻ്റെ ഇതടിക്കുക. ഈ ജോയിൻറ്റ് കറക്റ്റ് സെയിം ആയിട്ട് വന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റി നമ്മൾ അടിക്കുക. അടിപ്പടിയിൽ 16 ഇഞ്ചാണ് നമ്മൾ ഇവിടെ വണ്ണം പറഞ്ഞത്. ആ 16ൻ്റെ ഉണ്ടോയെന്ന് ഇത് ടോട്ടൽ എത്രയുണ്ടെന്ന് അളന്ന് നോക്കുക. ഇത് 18, 19 ഉണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ 19ൻ്റെ 19ൽ നിന്ന് 2 സൈഡിലേക്കും 16 വന്നെങ്കിൽ 3 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇങ്ങോട്ടേക്ക് അടിക്കുക. അടിയിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാണ് അടിക്കുന്നത്. എന്നിട്ട് ചുരിദാറിന് ഷോൾഡർ പിടിപ്പിച്ച പോലെ തന്നെ അടിച്ചിട്ട് അടിച്ചു മറിക്കാം. ഇത് 2 അടിപ്പ് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ പിടിപ്പിക്കുക. ഇപ്പുറത്തെ സൈഡും ലൈനിങ് തുണി തികയാണ്ട് വന്നപ്പോൾ അടിയിൽ ഞാനിവിടെ പീസ് കൊടുത്തിട്ടുണ്ട്. അഞ്ചര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇത് അടിച്ച് നമ്മളിനി സിബായി ഇതിന് വയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. 1 ഇഞ്ച് ഈ സിബിൻ്റെ നീളം എത്രയുണ്ടോ അത്രയും നീളത്തിൽ നമ്മൾ അടിച്ച് നിർത്തത്. ഇപ്പോൾ ഞാൻ ഈ ചെറിയ സിബാണ് വയ്ക്കാൻ പോണത്. ഈ ചെറിയ സിബ് എന്തോരം ഉണ്ടെന്ന് അളന്ന് നോക്കുക. അത് കണ്ട, ഇതിങ്ങനെ സിബ് ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത്. ഈ സിബ്
നമുക്ക് ഒരു കഷത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 ഇഞ്ച് നീക്കി നമുക്ക് ഇങ്ങനെ അവിടെ അടിച്ചിടുക. ചുരിദാറിന് വെച്ച പോലെ തന്നെ നമുക്ക് സിബ് ഇതിനകത്തേക്ക് പിടിപ്പിക്കാം. ഇവിടം വരെ കൊണ്ടുവന്നിട്ട് നമ്മളത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോഴത്തെ സൈഡ് ഇതൊപ്പം വെച്ച് ഇതിനകത്തുനിന്ന് അടിച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ അടിച്ച് നമ്മൾ സിബ് ഉണ്ടാക്കി അടിച്ചിട്ട് അറിയില്ല. എന്നിട്ട് ഇത് റൗണ്ട് ഇങ്ങനെ അടിച്ച് പിടിപ്പിക്കുക. ഒരു സൈഡ് മാത്രം നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പുറത്തെ സൈഡും കൂടെ അടിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഈ കഴുത്തും സ്ലീവ് തയ്ക്കണതും സിബ് തയ്ക്കണതും എല്ലാം നിങ്ങൾ നന്നായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞ് വിശദീകരിച്ച് പതുക്കെ പറഞ്ഞു തന്നതാണ്. അത് നിങ്ങൾ ഇതിൽ മനസ്സിലായില്ലെങ്കിൽ അതിലെടുത്ത് നോക്കുക, എന്നിട്ട് ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.